Hello my dears, welcome to ACS online class. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിവിഷൻ എന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പ്രാക്ടീസ് ടൈം ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 28 divided by 2. ഓക്കെ, ഡിവിഷൻ എന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ സിമ്പിൾ എന്താണെന്ന് മിസ് പറഞ്ഞായിരുന്നു അല്ലേ? ഒരു ലൈൻ വരയ്ക്കുക, മുകളിൽ താഴെയുമായിട്ട് ഓരോ കുത്തുകൾ അല്ലെ? ഓക്കെ, ഇനി ഡിവിഷൻ പഠിക്കുമ്പോൾ നമ്മൾ 4 ടേംസ് 4 പേരുകൾ ഓർത്തിരിക്കുക. ഓക്കെ, 4 പേരുകൾ ഓർത്തിരിക്കുക. ഒന്ന് ഡിവിഡന്റ്. ഓക്കെ, ഒന്ന് ഡിവിഡന്റ്, പിന്നെ ഡിവൈസർ, പിന്നെ കോഷ്യന്റ്, പിന്നെ റിമൈൻഡർ. ഇങ്ങനെയുള്ള 4 പേരുകൾ ഓർത്തിരിക്കുക. ഒന്ന് ഡിവിഡന്റ്, DIVIDENT ഡിവിഡന്റ്, പിന്നെ ഡിവൈസർ DIVISOR ഡിവൈസർ, പിന്നെ കോഷ്യന്റ് QUOTIENT കോഷ്യന്റ്, പിന്നെ റിമൈൻഡർ REMAINDER റിമൈൻഡർ. ഓക്കെ, ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 28 divided by 2 ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലെ ഡിവിഡന്റ് ഏതാണ്, ഡിവൈസർ ഏതാണ്, കോഷ്യന്റ് എന്താണ്, റിമൈൻഡർ എന്താണ്? കണ്ടോ, നമ്മളൊരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ആ നമ്പർ ഏതാണോ, ആ ഒരു വലിയ നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് കീറി മുറിക്കുകയാണ്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തുല്യമായി വീതിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് ഡിവിഡന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡന്റ് ഏതാണ്? 28 ആണ്. 28 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ 28 എന്ന നമ്പർ ആണ് ഇവിടെ ഡിവിഡന്റ്. ഇനി ഏത് നമ്പർ കൊണ്ടാണ് തുല്യമായി ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുല്യമായി വീതിക്കുന്നത്, അല്ലെങ്കിൽ തുല്യമായി മുറിക്കുന്നത്, ഏത് നമ്പർ കൊണ്ടാണോ അതിനെ ഡിവൈസർ എന്ന് പറയും. ഡിവൈസർ DIVISOR ഡിവൈസർ. ഫസ്റ്റ് കാണുന്ന വലിയ നമ്പർ ഡിവിഡന്റ് ആണ്. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സിമ്പിൾ ഡിവിഷന്റെ ഈ സിമ്പിളിന് ശേഷം വരുന്ന നമ്പർ അതാണ് ഡിവൈസർ. ഓക്കെ, ഡിവൈസർ. ഇനി കോഷ്യന്റ് എന്താണ്, റിമൈൻഡർ എന്താണ്? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ആയി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ 2 ആൻസേഴ്സിന്റെ രൂപത്തിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ആൻസേഴ്സുമായി ബന്ധപ്പെടുന്ന പേരുകളാണ് കോഷ്യന്റും റിമൈൻഡറും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ് 28 divided by 2. 28നെ ഇങ്ങനെ എടുത്തെഴുതി. ഓക്കെ, 28നെ എടുത്തെഴുതി. ഇനി ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 എന്ന നമ്പറിനെ അല്ലെ? 2 ഒരു ഓപ്പൺ ബോക്സിൽ എഴുതി. 2വിന് വെളിയിൽ എഴുതി. ഓക്കെ, 2വിന് വെളിയിൽ എഴുതി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. 2 ഒരു 1 ഡിജിറ്റ് നമ്പർ ആണ്, ഒരൊറ്റ നമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അകത്തുള്ള ഒരൊറ്റ നമ്പർ മാത്രം ആദ്യം പരിഗണിച്ചാൽ മതി. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അകത്തുള്ള ഒരൊറ്റ നമ്പർ മാത്രം ആദ്യം പരിഗണിച്ചാൽ മതി. ഇവിടെ അകത്തുള്ള ആദ്യത്തെ നമ്പർ ഏതാണ്? 2 തന്നെയാണ്. ഓക്കെ, 2 തന്നെയാണ്. സോ നമുക്ക് 2വിനെ കൺസിഡർ ചെയ്യാം. 2വിനെ എടുക്കാൻ കാരണം പുറത്തുള്ള ഈ 2 ആയിട്ട് അകത്തുള്ള 2 സെയിം ആയി പൊയ്ക്കോളും അല്ലെ? സെയിം ആയി പൊക്കോളും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2വിനെ മാത്രം ആദ്യം കൺസിഡർ ചെയ്യാം. 2വിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ വെളിയിലുള്ള 2വിനെ കൊണ്ട് ഈ അകത്തുള്ള 2വിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് 2 വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാം. വെളിയിൽ ഡിവൈസർ 2 ആണ് അല്ലെ? ഡിവൈസർ 2 ആണ്. അകത്തുള്ള ഡിവിഡന്റ് എന്താണ്? 28 ആണ്. 28ലെ 2 മാത്രം ആദ്യം പരിഗണിക്കുകയാണ്. സോ എന്ത് ചെയ്യാം? 2വിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർക്കുക. 1 2 is 2, 2 2s are 4. 1 2 is 2. 1 into 2 is equal to 2 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ? 2 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് മാത്രം പരിഗണിച്ചാൽ മതി. 2 into 2 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. 2വിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസർ 2 into 2 ചെയ്താൽ 4 കിട്ടും. 4നേക്കാളും ചെറിയ നമ്പർ ആണ് നമ്മുടെ അകത്തുള്ള ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ. എന്താണ്? 2. 4നേക്കാളും ചെറുതാണ്. സോ 4 വരെയും നമുക്ക് ആ ടേബിൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ ഈ ഒരു കേസിൽ 1 2 is 2 1 into 2 is equal to 2 എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റ് എടുക്കാം. കണ്ടോ, കറക്റ്റ് 2 ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ 2 ആയിട്ട് അത് ടാലി ആയി അല്ലേ. 1 2 സെയിം നമ്പർ കിട്ടി. 1 into 2 is equal to 2 അല്ലേ. അപ്പോൾ ഇവിടെ ഡിവൈസർ 2 ഉണ്ട് അല്ലേ. 1 into 2 അല്ലേ. നമുക്ക് 1 ഈ മുകളിലുള്ള 1 മുകളിൽ എഴുതി. കാരണം ഇവിടെയുള്ള 1 മുകളിൽ എഴുതി. 1 into 2 is equal to എന്താണ് 2 എന്നുള്ള ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ഇവിടെ നമ്മൾ എഴുതി കൊടുത്തു. 1 into 2 is equal to 2 എന്നുള്ള ഈ ഒരു കണ്ടോ ഈ ഒരു ലൈൻ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഈ 1നെ മുകളിൽ എഴുതി. ഈ ഇൻറ്റു 2 ഓൾറെഡി ഇവിടെ ഉണ്ട്, വെളിയിലുണ്ട്. ഈ ആൻസർ കിട്ടിയ 2നെ താഴത്തോട്ട് എടുത്ത് എഴുതി. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ 2നെ നമ്മൾ ഈ അകത്തുള്ള 2നെ ഈ പുറത്തുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ആൻസർ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യാം? താഴത്തുള്ള ലൈൻ വരയ്ക്ക്. ഇനി എന്ത് ചെയ്യാം? ഈ മുകളിലുള്ള 2നെ താഴത്തുള്ള 2 ആയിട്ട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുക. 2 minus 2 എന്താണ്? 0 ആണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ 2നെ ഈ അകത്തുള്ള 2നെ വെളിയിലുള്ള 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 2ന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ എന്തുണ്ട്? 8 ഉണ്ട് അല്ലെ. 8 ഉണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യാം? ആ 8നെ താഴത്തോട്ട് എടുത്ത് എഴുതണം അല്ലെ. ഇനി 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പൊ ആ 8നെ എടുത്ത് എഴുതി. കണ്ടോ, 8നെ എടുത്ത് എഴുതി. 8 എടുത്ത് എഴുതിയിട്ട് എന്തായി? 0ഉം 8ഉം ആണ്. അപ്പൊ 0യുടെ കാര്യം നോക്കണ്ട. ഒരു നമ്പറിന്റെ മുൻപായിട്ട് 0 വന്നാൽ ആ നമ്പർ തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. ആ നമ്പർ തന്നെയായിട്ടാണ് വായിക്കേണ്ടത് അല്ലെ. അപ്പൊ 8 എന്ന് മാത്രം വായിച്ചാൽ മതി. ഇനി ഈ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകട്ടെ. ഈ 8നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? 2വിനേക്കാളും വലിയ നമ്പറാണ് 8. സോ 2ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കുക. എവിടെയെങ്കിലും 8 വരുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ 8നേക്കാളും കുറഞ്ഞ നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കുക. 8നേക്കാളും കൂടിയ നമ്പറിലോട്ട് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 8 വരുന്നുണ്ടോ എന്ന് ആദ്യമേ ശ്രദ്ധിക്കുക. 2ന്റെ ടേബിൾ പറഞ്ഞേ. 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8. 4 into 2 എന്താണ്? 4 into 2 8 എന്ന് കിട്ടി. കറക്റ്റ് 8 കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യാം. ആ 4നെ മുകളിൽ എഴുതി. 4 into 2 ആ 4നെ മുകളിൽ എഴുതി. ഈ 2 ഇവിടെ ഓൾറെഡി വെളിയിലുണ്ട്. is equal to 8നെ ഇവിടെ എഴുതി. കണ്ടോ, 4 into 8 എന്ന നമ്പർ 4 കോമ്പിനേഷൻ എടുത്തു. 4 into 2 is equal to 8 കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ 4നെ മുകളിൽ എഴുതി. into 2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഡിവൈസർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇനി is equal to 8നെ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യാം? ഇനി മൈനസ് ചെയ്യാം. 8 minus 8 എന്താണ്? 0. കണ്ടോ, ഇവിടെ 2 ആൻസേഴ്സ് കിട്ടി. താഴെ ഇപ്പൊ 228 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു അല്ലെ. 2നെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു, 8നെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആൻസേഴ്സ് കിട്ടി. എന്തൊക്കെയാണ് ആൻസേഴ്സ്? മുകളിലൊരു ആൻസർ കിട്ടി, 14 എന്ന ആൻസർ കിട്ടി. താഴത്തൊരു ആൻസർ കിട്ടി, എന്താണ്? 0 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോ ശരിക്കും മുകളിലുള്ള ആൻസറിനെയാണ് പരിഗണിക്കേണ്ടത്. മുകളിലുള്ള ആൻസറിനെയാണ് പരിഗണിക്കേണ്ടത്. ആ മുകളിലുള്ള ആൻസറിനെയാണ് കോഷ്യന്റ് എന്ന് പറയുന്നത്. എന്താണ് കോഷ്യന്റ്? QUOTIENT, കോഷ്യന്റ് എന്ന് പറയുന്നത്. താഴെ കിട്ടുന്ന ഈ ഒരു നമ്പറിനെയാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡർ, REMAINDER, റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? ഡിവിഡൻഡ് എന്താണ്? എല്ലാവരും എഴുതുക. നോട്ട്ബുക്കിൽ തന്നെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എഴുതുക. ഓക്കെ, 28 divided by 2 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്സ് എഴുതുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആൻസർ ആയിട്ട് ഡിവിഡൻഡ് is equal to 20. ഡിവിഡൻഡ് is equal to എന്താണ്? 28. ഡിവൈസർ എന്താണ്? ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 2 കൊണ്ടാണ്. കോഷ്യന്റ് എന്താണ്? QUOTIENT, കോഷ്യന്റ് എന്താണ്? മുകളിൽ കിട്ടിയ ആൻസർ 14. റിമൈൻഡർ എന്താണ്? റിമൈൻഡർ, REMAINDER, റിമൈൻഡർ എന്താണ്? ഇവിടെ താഴെ കിട്ടിയ ആൻസർ 0. കണ്ടോ, 0. മനസ്സിലായോ? നമ്മുടെ ഡിവിഡൻഡ് 28 ആണ്, ഡിവൈസർ 2 ആണ്, കോഷ്യന്റ് 14 ആണ്, റിമൈൻഡർ 0 ആണ്. ഇനി നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ, അഡീഷനും സബ്ട്രാക്ഷനും ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ് അല്ലെ എന്ന് പറയുന്നത് പോലെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പൊ 28 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആൻസർ 14 കിട്ടി. 28 divided by 2 is equal to കോഷ്യന്റ് എന്താണ്? 14 അല്ലെ.
14 എന്ന ആൻസർ കിട്ടി. ഇനി ഈ ഒരു സെറ്റ് ഉപയോഗിച്ച് ഞാൻ ഒരു ഓപ്പോസിറ്റ് 5 + 2 = 7 എഴുതി കാണിക്കാം. നമ്മള് 5 + 2 = 7 എന്ന ആൻസർ കിട്ടി. അഡീഷൻ രൂപത്തിൽ എഴുതി. ഇനി സബ്ട്രാക്ഷൻ രൂപത്തിൽ ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് എഴുതാണെങ്കിൽ 7 ആൻസർ കിട്ടിയ 7 - 2 = 5 എന്ന് എഴുതാമല്ലോ അല്ലെ. 5 + 2 എന്താണ്? 7 ആണ്. അഡീഷൻ രൂപത്തിൽ എഴുതി. ഇനി ആൻസർ കിട്ടിയ 7 വെച്ചിട്ട് സബ്ട്രാക്ഷൻ രൂപത്തിൽ എഴുതിയാലോ 7 - 2 = 5 ആണ്, അല്ലെങ്കിൽ 7 - 5 = 2 ആണ്. ഇത് രണ്ടും എഴുതിയാലും കുഴപ്പമില്ല. കണ്ടോ, അഡീഷന് സബ്ട്രാക്ഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലെ. എന്ന് പറയുന്ന പോലെ തന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് 28 / 2 = 14 എന്ന് എഴുതിയാൽ 28 / 2 ചെയ്താൽ 14 എന്ന ആൻസർ കിട്ടും. ആ 14 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഈ 14 ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനായ ഓപ്പറേഷൻ, ഡിവിഷന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ 14 × 2 ചെയ്താൽ 28 കിട്ടണം. കിട്ടും. 14 × 2 ചെയ്ത് നോക്കിക്കും. ഇവിടുത്തെ കോഷ്യന്റ് ആയ 14 × 2 ചെയ്ത് 14 കോഷ്യന്റ് × ഡിവൈസർ ചെയ്താൽ നമ്മുടെ ഡിവിഡന്റ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, നമ്മുടെ കോഷ്യന്റ് × ഡിവൈസർ ചെയ്താൽ നമ്മുടെ ഡിവിഡന്റ് കിട്ടും. അതായത് 28 / 2 = 14 ആണ്. സോ 14 × 2 ചെയ്താൽ 28 കിട്ടും. ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ടാണ് കേട്ടോ, അതുകൂടെ ഓർമ്മ വേണം. 14 × 2 +0 എന്നുകൂടെ എഴുതണം. കാരണം ഇവിടെ പ്ലസ് റിമൈൻഡർ എന്നുകൂടെ ഉണ്ട്. ഇപ്പൊ റിമൈൻഡർ ഇവിടെ 2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ സപ്പോസ് ഇവിടെ റിമൈൻഡർ കിട്ടുന്നത് 2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 14 × 2 + 2 = ആണ് നമുക്ക് കിട്ടേണ്ടുന്ന ഡിവിഡന്റ്. അത് ഓർമ്മ വേണം. ഓക്കെ, ഇടയ്ക്ക് റിമൈൻഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മിച്ചം കിട്ടുന്നതാണ് റിമൈൻഡർ. ആ റിമൈൻഡർ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ടുന്ന ഡിവിഡന്റ്. അപ്പം കൺഫ്യൂഷൻ ആവണ്ട. 28 / 2 ആണ്. ഇനി ഫർദർ ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായിക്കോളും. 28 / 2 14 ആണ്. സോ 14 × 2 എന്താണ്? 28 ആണ്. രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സോ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതുക, ഈ സ്റ്റെപ്സ് ആൻസർ ആയിട്ട് എഴുതുക. ലാസ്റ്റ് ആൻസർ ആയിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടാണ്. ഡിവിഡന്റ് = 28, ഡിവൈസർ = 2, കോഷ്യന്റ് = 14, റിമൈൻഡർ = 0 എന്ന് ആൻസർ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 56 / 7. സെക്കൻഡ് ക്വസ്റ്റ്യൻ 56 / 7 ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. 56 / 7 എങ്ങനെ ചെയ്യും? ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 5 6 / 7 ഓപ്പൺ ബോക്സിൽ എഴുതി, 7 വെളിയിൽ എഴുതി. ഇവിടെ ഡിവിഡന്റ് എന്താണ്? 56 ആണ്. ഡിവൈസർ 7 ആണ്. ഡിവൈസറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇവിടെ ഡിവൈസർ 7 ആണ്. സോ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ വെളിയിലുള്ള നമ്പർ 1 ഡിജിറ്റ് നമ്പർ 7 ആണ്. അകത്തുള്ളത് 56 ആണ്. 56ലെ ആദ്യത്തെ നമ്പറായ 5 മാത്രം പരിഗണിക്കാം. 5 മാത്രം ഒന്ന് പരിഗണിച്ചേ. 5 7 ഒന്ന് കമ്പയർ ചെയ്തേ. 5 ചെറുതാണ് അല്ലെ. അകത്തെ നമ്പർ ഒന്നെങ്കിൽ 7 ആയിരിക്കണം, അല്ലെങ്കിൽ 7നോട് വലിയ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇവിടെ 7നോട് വലിയ നമ്പർ അല്ല, 7നേക്കാളും ചെറിയ നമ്പർ ആണ്. സോ 5നെ നമുക്ക് 7 കൊണ്ട് കീറി മുറിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? 7ന്റെ ടേബിൾ എടുത്താൽ 1 × 7 തന്നെ ചെയ്യുമ്പോൾ ആൻസർ 7 ആണ് കിട്ടുന്നത്. 7 × 2 ചെയ്താൽ 14. കണ്ടോ, 5നേക്കാളും വലിയ നമ്പേഴ്സ് ആണ് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കംപ്ലീറ്റും വരുന്നത്. സോ 5നെ ഇവിടെ ഒറ്റയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? 7 5നേക്കാളും വലിയ നമ്പറാണ്. പുറത്തുള്ള നമ്പർ വലുതാണ്, അകത്തുള്ള 1 ഡിജിറ്റ് നമ്പറിനേക്കാളും വലുതാണ്. സോ 5നെ ഒറ്റയ്ക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാം? 6നെ കൂടി പരിഗണിക്കുക. 6നെ കൂടി പരിഗണിക്കുക, ചേർത്ത് വായിക്കുക. 56 എന്ന് തന്നെ വായിക്കാം. ഓക്കെ, 56 എന്ന നമ്പർ തീർച്ചയായും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം എന്താ?
56 എന്ന നമ്പർ 7നെക്കാളും വലിയ നമ്പറാണ്. ഓക്കെ, ഇനി 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓർത്ത് പറഞ്ഞു നോക്കി. ഏതെങ്കിലും സ്ഥലത്ത് 56 വരുന്നുണ്ടോ, അല്ലെങ്കിൽ 56 വരുന്നത് അല്ലെങ്കിൽ 56നെക്കാളും ചെറിയ നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കുക. 7ന്റെ ടേബിൾസ് എന്ന് പറഞ്ഞേ. 1 7 7, 2 7 14, 3 7 21 അങ്ങനെ പറഞ്ഞേ. അറിയാമോ എന്ത് കിട്ടും? 7 8 എന്താണ്? ഓക്കെ, 7 into 8 എന്താണ്? 56 ആണ്. സത്യമല്ലേ? 7 into 9 എന്താണ്? 63 ആണ്. ഓക്കെ, 7 into 7 എന്താണ്? 49 ആണ്. കണ്ടോ? 7ന്റെ ടേബിൾസ് 1 71, 7 72, 14, 73, 21, 74, 28 അങ്ങനെ പറഞ്ഞു. 75, 35, 76, 42, 77, 49, 78, 56 കിട്ടി. കണ്ടോ? 79, 63 ആണ്. 56നെക്കാളും വലിയ നമ്പറാണ്. വേണ്ട, അവിടെ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. 7 into 8 ചെയ്യുമ്പോൾ 56 കിട്ടി. കേട്ടോ? 7 into 8 ചെയ്യുമ്പോൾ കറക്റ്റ് 56 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യാം. 7 into 8 അല്ലേ? അപ്പോൾ ആ 8 മുകളിൽ എടുത്തെഴുതി. ഓക്കെ, 7 into 8 ഇവിടെ ഓൾറെഡി ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യാം. 7 into 8 is equal to 56 എന്ന ലൈൻ സെലക്ട് ചെയ്യാം. ആ 8നെ കോഷ്യന്റ് ആക്കി മുകളിലോട്ട് എടുത്തെഴുതി. ഇവിടെ 7 into 8, അതിൽ ആ 7 ഓൾറെഡി ഇവിടെ ഡിവൈസ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട. ആൻസർ കിട്ടിയത് 56 ആണ്. അതിനെടുത്തെഴുതി, അതിനകത്തോട്ട് എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യാം? ഓരോ നമ്പറിനെയും ഒരു നമ്പർ കൊണ്ട് മൈനസ് ചെയ്യാം. ഫസ്റ്റ് 1 സ്ഥാനത്ത് മുകളിലും 6, താഴെയും 6. 6 - 6 എന്താണ്? 0 ആണ്. ഈ 10 സ്ഥാനത്ത് മുകളിൽ 5 ആണ്, താഴെയും 5 ആണ്. 5 - 5 എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് കിട്ടി? കോഷ്യന്റ് 8 ആണ്. റിമൈൻഡർ ആൻസർ എന്ത് കിട്ടി? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് is equal to 56, divisor എന്താണ്? 7, പിന്നെ quotient is equal to 8, remainder is equal to 0. കണ്ടോ? 56 divided by 7 is equal to എന്താണ്? 8 ആണ് ആൻസർ. എന്താണ്? 8 ആണ് ആൻസർ. കണ്ടോ? 56 divided by 7 is equal to 8 ആണ്. So 8 into 7 എന്താണ്? തീർച്ചയായും 56 ആണ്. കണ്ടോ? ഡിവൈഡ് ചെയ്തു, തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഡിവിഡൻഡ് 56 കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. മനസ്സിലാകുന്നതല്ല അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 48 divided by 4. 48 divided by 4. ഞാൻ ടൈം എടുത്ത് ഇത്രയും ലാഗ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഡിവിഷൻ കൃത്യം ബേസ് ആയിട്ടുള്ള ഓരോ ഓപ്പറേഷൻസ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം അത് കൃത്യമായി പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 48 divided by 4 ആണ്. 48 divided by 4. ഓക്കെ, ഇവിടെ ഡിവിഡൻഡ് 48 ആണ്, ഡിവൈസർ 4 ആണ്. ഓക്കെ, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. 48 divided by 4. ഓക്കെ, നമുക്കപ്പോൾ അകത്ത് വെളിയിലുള്ള ഡിവൈസർ 4 1 ഡിജിറ്റ് നമ്പർ ആണ്, അകത്ത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. സോ ആദ്യത്തെ 1 ഡിജിറ്റ് നമ്പറിന് മാത്രം പരിഗണിക്കാം. ഓക്കെ, ആദ്യത്തെ 1 ഡിജിറ്റ് നമ്പർ എന്താണ്? 4 ഇവിടെ 1 ഡിജിറ്റ് നമ്പർ അല്ലേ? സോ അകത്തുള്ള ആദ്യത്തെ നമ്പർ മാത്രം പരിഗണിക്കാം. അകത്തുള്ള ഫസ്റ്റ് നമ്പർ 4 തന്നെയാണ്. 4നോട് തുല്യമായ 4 തന്നെയാണ്. സോ 1 into 4 4 തന്നെയാണ് അല്ലേ? സോ 1 മുകളിൽ എഴുതി. 1 into 4 4 ആണ്. 1 into 4 അതിൽ 1 മുകളിൽ എഴുതി. ഈ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. is equal to 4 എന്താണ്? താഴത്തെ എഴുതി. 1 into 4 is equal to 4 ആണ്. 1 മുകളിൽ എഴുതി കൊടുത്ത് കോഷ്യന്റ് ആയിട്ട്. into 4 ഇവിടെ ഓൾറെഡി ഡിവൈസർ ആയിട്ട് കിടപ്പുണ്ട്. is equal to 4നെ ഇവിടെ എഴുതി കൊടുത്തു. ഇനി എന്താണ്? മൈനസ് ചെയ്യണം അല്ലെ? 4 - 4 എന്താണ്? 0 ആണ്. അപ്പൊ 4ന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ എന്താണ്? 48 അടുത്ത നമ്പർ എന്താണ്? 8 ഉണ്ട്. ആ 8നെ എടുത്ത് എഴുതി ചേർത്ത് വായിച്ചു. 08 എന്ന് വെച്ചാൽ 8 തന്നെയാണ് അല്ലെ? വീണ്ടും 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4ന്റെ ടേബിൾ പറഞ്ഞു നോക്ക്. 1 into 4 is equal to 4, 2 into 4 is equal to 8 എന്ന് കൃത്യമായി കിട്ടി അല്ലെ? കൃത്യമായി 4ന്റെ ടേബിളിൽ 8 ഉണ്ട്.
മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 ഉണ്ട്. സോ 2 into 4 is equal to 8 എന്ന കോമ്പിനേഷൻ സ്വീകരിക്കാം. അപ്പൊ 2 എന്ന നമ്പറിനെ കോഷ്യന്റെ സ്ഥാനത്ത് എഴുതി, ലൈൻ സ്വീകരിച്ചു. 2 എന്ന നമ്പറിനെ കോഷ്യന്റെ സ്ഥാനത്ത് എഴുതി. ഇൻറ്റു 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. 4 is equal to 8. ആ 8നെ ഇവിടെ 8നെ കൂടെ എഴുതി കൊടുത്തു. ഇനി മൈനസ് ചെയ്യാൻ പോവുകയാണ്. 8 minus 8 എന്താണ്? 0. ഇവിടെ ആൻസർ എന്ത് കിട്ടി? 1 2 12. ആൻസർ എന്താണ്? 12. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. ഇവിടെ വർക്കിംഗ്സും ആ ക്വസ്റ്റ്യന്റെ കൂടെ താഴത്തോട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ ആയിട്ട് ഡിവിഡൻഡ് is equal to 48. ഡിവൈസർ is equal to 4 ആണ്. പിന്നെ കോഷ്യന്റ് ഇവിടെ കോഷ്യന്റ് ആയിട്ട് കിട്ടിയത് 12 ആണ്. ഇവിടെ റിമൈൻഡർ is equal to 0 ആണ് എന്ന് എഴുതുക. പിന്നെ ഓർത്തിരിക്കുക 48 divided by 4 ചെയ്യുമ്പോൾ ആൻസർ 12 കിട്ടണമെങ്കിൽ ഈ 12 into 4 ആയിരിക്കണം 48 അല്ലെ. 48 divided by 4 ചെയ്യുമ്പോൾ ആൻസർ 12 കിട്ടിയെങ്കിൽ ആ 12 into 4 ചെയ്ത് നോക്കി 48 തന്നെ കിട്ടും. നമ്മുടെ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ ചെയ്ത് നോക്കിക്കേ നമ്മൾ ഡിവിഡൻഡ് തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ 66 divided by 6 എന്നാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ 66 divided by 6 is equal to എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അത് കണ്ടുപിടിക്കും. 66 എഴുതി, ഡിവൈഡ് ബൈ 6 വെളിയിൽ എഴുതു. ഇനി എന്ത് ചെയ്യാം? 6 1 ഡിജിറ്റ് നമ്പർ ആണ്. അകത്തുള്ള 1 ഡിജിറ്റ് നമ്പറായ 6നെ മാത്രം പരിഗണിക്കാൻ സാധിക്കും. 6നോട് സെയിം തന്നെയാണ് അകത്തുള്ള 6ഉം. സോ 6ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കി. 6 into 1 is equal to 6 ആണ് അല്ലെ. സോ 1 മുകളിൽ എഴുതി. 6 into 1 is equal to 6. is equal to 6നെ താഴത്ത് എഴുതി. 6 into 1 is equal to 6 ആണല്ലേ. ആ 1നെ മുകളിൽ എഴുതി. ഈ ഡിവൈസർ ഈ 6 ഓൾറെഡി ഇവിടെ ഡിവൈസ്ഡ് ആയിട്ടുണ്ട്. is equal to 6നെ ഇവിടെ താഴത്ത് എഴുതി. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് മോളിൽ കാണുന്ന ആ 6 കൊണ്ട് താഴെ ആൻസർ കിട്ടിയ 6നെ മൈനസ് ചെയ്യുക. 6 minus 6 0 ആണ്. അടുത്ത നമ്പർ എന്തുണ്ട്? അപ്പൊ ഫസ്റ്റ് 6ന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത നമ്പറായ 6നെ താഴത്തോട്ട് വീണ്ടും എഴുതി. ഓക്കെ, അപ്പൊ 6നെ വീണ്ടും ഫസ്റ്റ് നമ്പറായ 6നെ ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റ് ആയിട്ട് 1 കിട്ടി, റിമൈൻഡർ 0 കിട്ടി. ഇനി അടുത്ത നമ്പർ ആയിട്ടുള്ള 6നെ താഴത്തോട്ട് എഴുതി. വീണ്ടും ഈ നെക്സ്റ്റ് നമ്പറായ 6നെ ഈ വെളിയിലുള്ള ഡിവൈസർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 6 into 1 6 തന്നെയാണ് അല്ലെ. സോ ആ കോമ്പിനേഷൻ തന്നെ സ്വീകരിക്കാം അല്ലെ. അപ്പൊ തന്നെ 6 കിട്ടും. 1 മുകളിൽ എഴുതി. 1 into 6 6 ആണ്. പിന്നെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 6 minus 6 എന്താണ്? 0. അപ്പൊ ആൻസർ എന്താണ്? 11. ആൻസർ എന്ത് കിട്ടി? 11. കോഷ്യന്റ് എന്താണ്? 11. ഇവിടെ ഡിവിഡൻഡ് 66 ആണ്, ഡിവൈസർ 6 ആണ്, കോഷ്യന്റ് 11 ആണ്, റിമൈൻഡർ ഇവിടെ എന്താണ്? 0 ആണ്. ഇവിടെയും 11 into 6 ചെയ്താൽ 66 കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നതല്ലോ അല്ലെ എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 96 divided by 8 ആണ്. divided by 8 നോക്കാം. ഡിവിഡൻഡ് 96 ആണ്, ഡിവൈസർ 8 ആണ്. ഡിവൈസറിന്റെ ടേബിൾ ആണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അപ്പൊ 8ന്റെ ടേബിൾ ഓർത്തിരിക്കുക. 96 divided by 8 ഓർക്കുക. ഓക്കെ, അപ്പൊ 8 1 ഡിജിറ്റ് നമ്പർ ആണ്. അകത്തുള്ള 1 ഡിജിറ്റ് നമ്പറിനെ പരിഗണിക്കാം. 9 ആണ്, 8നേക്കാളും വലുതാണ്. സോ 8 കൊണ്ട് കീറി മുറിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ 8ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കുക. 1 into 8 is equal to 8. 2 into 8 is equal to 16 ആണ്. 16 9നേക്കാളും വലിയ നമ്പറാണ്. സോ വലിയ നമ്പറിലോട്ട് വരെ പോകേണ്ട ആവശ്യമില്ല. 1 into 8 ആ കോമ്പിനേഷൻ തന്നെ സ്വീകരിക്കാം. കാരണം 2 into 8 16 ആണ്. 2 into 8 is equal to 16 ആണ്. ഈക്വൽ ടു 16 ആണ്. ആ 16 9നേക്കാളും വലിയ നമ്പറാണ്. സോ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. തൊട്ട് മുമ്പത്തെ കോമ്പിനേഷൻ തന്നെ സ്വീകരിക്കാം. 1 into 8 എന്താണ്? 8 ആണ്. അപ്പോൾ 1നെ മുകളിൽ എഴുതി. into 8 ഓൾറെഡി ഡിവൈസർ 8 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈസ് ഈക്വൽ ടു 8ന് ഇവിടെ അകത്ത് എഴുതി കൊടുത്തു.
1 into 8 is equal to 8 എന്ന ആ ഒരു കോമ്പിനേഷൻ സ്വീകരിച്ചു. 1 മുകളിൽ എഴുതി. ഇൻറ്റു 8 പകരം ഇവിടെ ഡിവൈഡ് ചെയ്യാൻ 8 ഉണ്ട്. is equal to 8 എന്ത് ചെയ്യാം, 9 താഴെ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, 9 8 കൊണ്ട് മൈനസ് ചെയ്യാം. 9 minus 8 എന്താണ്, 1 ആണ്. 9 minus 8 ആൻസർ എന്ത് കിട്ടി, 1 എന്ന ആൻസർ കിട്ടി. അപ്പൊ 9 പൂർണ്ണമായും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. 9 പൂർണ്ണമായും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, 9ന്റെ കാര്യം കഴിഞ്ഞല്ലേ, അങ്ങനെയെങ്കിൽ അടുത്ത നമ്പറായ റിമൈൻഡർ 1 കിട്ടി, കോഷ്യന്റിലും 1 കിട്ടി. ഇനി അടുത്ത നമ്പറിനായ 6നെ താഴത്തോട്ട് എടുത്തെഴുതി. കണ്ടോ, അപ്പൊ 9 minus 1 8 കിട്ടി. 9ന്റെ കാര്യം കംപ്ലീറ്റ് കഴിഞ്ഞു. 9 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്പറായ 6നെ താഴത്തോട്ട് എഴുതി. ഇനി ചേർത്ത് വായിക്കുക, 16 എന്ന് വായിക്കുക. കണ്ടോ, 16 1 6 16 എന്ന് വായിക്കുക. ഇനി 16നെ വേണം, ഇവിടെ 6നെ അല്ല, ഒരു 1 കൂടെ ഉണ്ട്. ഇനി 16നെ വേണം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ 8 ടേബിൾസ് പറഞ്ഞു നോക്കി. 2 into 8 16 കിട്ടുന്നുണ്ട്. കണ്ടോ, കറക്റ്റ് 16 തന്നെ കിട്ടി. സോ മുകളിൽ 2 എഴുതി. 2 into 8 എന്താണ്, 16. ഇനി മൈനസ് ചെയ്താൽ മതിയല്ലോ. 6 minus 6 എന്താണ്, 0 ആണ്. 1 minus 1 എന്താണ്, 0 ആണ്. അപ്പൊ റിമൈൻഡർ എന്ത് കിട്ടി, 0 0. കോഷ്യന്റ് എന്ത് കിട്ടി, 12 എന്ന് കിട്ടി. അപ്പൊ ആൻസർ എന്താണ്, 12 ആണ്. ഡിവിഡന്റ് 96 ആണ്, ഡിവൈസർ 8 ആണ്, കോഷ്യന്റ് ഇപ്പോൾ കിട്ടി 12, റിമൈൻഡർ 0 ആണ്. എഴുതാലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2 ഡിജിറ്റ് നമ്പർ ഡിവൈഡ് ചെയ്യാൻ വരുന്നത് 110 divided by 10. അപ്പോൾ നമ്മൾക്കിപ്പം ഏകദേശം 1 ഡിജിറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പഠിച്ചു കഴിയുന്നു. ഇനി അടുത്തത് 2 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഡിവിഷൻ ആണ്. ഓക്കെ, ഇനിയാണ് കുറച്ചുകൂടെ ടഫ് ആവാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ 110 divided by 10. 110നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഡിവിഡന്റ് 110 ആണ്, ഡിവൈസർ. ഇനി അടുത്തതായിട്ട് 110നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഡിവിഡന്റ് 110 ആണ്, ഡിവൈസർ 10 ആണ്. ഓക്കെ, ഓപ്പൺ ബോക്സിനകത്ത് 110 എഴുതി, വെളിയിൽ ഡിവൈസർ ആയ 10 എഴുതി. ഇവിടെ നമ്മൾ എന്ത് ടേബിളാണ് ഓർത്തിരിക്കേണ്ടത്, 10ന്റെ ഡിവൈസർ ആയ 10ന്റെ ടേബിൾ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, 10 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ, 10 2 ഡിജിറ്റ് നമ്പർ ആണ്. സോ അകത്തുള്ള നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അകത്തുള്ള ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിനെ കൺസിഡർ ചെയ്യാം. അകത്തുള്ള ഫസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്താണ്, 11 ആണ്. ഓക്കെ, 11 ആണ്. ഓക്കെ, അപ്പൊ 11നെ ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് 11നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, 10നെക്കാളും വലിയ നമ്പറാണ് 11 അല്ലെ. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, 10ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കാം. 1 into 10 10 ആണ്. 1 into 10 is equal to 10 ആണ്. 2 into 10 is equal to 20 ആണ്. ഓക്കെ, 20 ആണ്. 20 വരെ പോവേണ്ട ആവശ്യമില്ല, കാരണം അകത്ത് 11 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 into 10 is equal to 10 അന്ന് ആ ഒരു കോമ്പിനേഷൻ എടുത്താൽ മതി, സ്വീകരിച്ചാൽ മതി. സത്യമാണോ, സത്യമാണ് അല്ലെ. 1 into 10 എന്ന ആ ഒരു നമ്പർ സ്വീകരിച്ചാൽ മതി. സോ 1 മുകളിൽ എഴുതി. 1 into 10 is equal to ഉത്തരം കിട്ടിയ 10നെ അകത്ത് എഴുതാം. ഈ ഒരു കോമ്പിനേഷൻ സ്വീകരിച്ചു. അതിന്റെ 1 കോഷ്യന്റ് ആക്കി എഴുതി. ഇൻറ്റു 10 ഇവിടെ ഡിവൈസർ ആയിട്ട് ഓൾറെഡി ഉണ്ട്. is equal to 10നെ അകത്ത് എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു നമ്പറിനെ മൈനസ് ചെയ്യുക. ഒരു നമ്പറിനെ മൈനസ് ചെയ്യാം. ഫസ്റ്റ് 1 minus 0. ഓക്കെ, 1ന്റെ സ്ഥാനത്ത് ഇവിടെ മുകളിൽ 1ഉം താഴെ 0 ആണ്. 1 minus 0 എന്താണ്, 1 ആണ്. ഓക്കെ, 10ന്റെ സ്ഥാനത്ത് മുകളിൽ 1 ആണ്, താഴെ 1 ആണ്. 1 minus 1 എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ 10 എന്ന നമ്പറിനെ 11നെ ഡിവൈഡ് ചെയ്തപ്പോൾ, 11 എന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത്, കോഷ്യന്റ് ആയിട്ട് 1 കിട്ടി, റിമൈൻഡർ ആയിട്ട് താഴത്ത് 1 കിട്ടി. ഓക്കെ, കഴിഞ്ഞോ, ഇല്ല. ഇനി എന്താണ്, 0 മിച്ചമുണ്ട് അല്ലെ. 0 മിച്ചമുണ്ട്. ആ 0 നമുക്ക് എന്ത് ചെയ്യാം, താഴത്തോട്ട് എഴുതാം. 0 എന്ന് എഴുതി. ഒരു നമ്പറിന് മുൻപ് 0 വന്നാൽ
ആ സീറോയ്ക്ക് ഒരു പ്രാധാന്യവും ഇല്ല. പക്ഷെ ഒരു നമ്പറിന് ശേഷം സീറോ വന്നാൽ ആ സീറോയ്ക്ക് പ്രാധാന്യം ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു നമ്പറിനെ എന്തെന്ന് വായിക്കാം? 10010. എന്താണ്? 10 ആണ് അല്ലെ? 10 എന്ന് വായിക്കാലോ, 10 എന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ 10 എന്ന ആ നമ്പറിനെ സീറോയെ താഴത്തോട്ട് എഴുതി എന്നിട്ട് ഈ താഴത്ത് റിമൈൻഡർ ആയിട്ട് കിട്ടിയ നമ്പേഴ്സിനെ എല്ലാം ചേർത്ത് വായിച്ചു. 010. 010 എന്ന് വെച്ചാൽ എന്താണ്? 100ന്റെ സ്ഥാനത്ത് 0 ആണ്, 10ന്റെ സ്ഥാനത്ത് 1 ആണ്, 1ന്റെ സ്ഥാനത്ത് 0 ആണ്. സോ 10 എന്ന് വായിക്കാം. ഓക്കെ, ഇനി ആ 10നെ നമ്മുടെ ഈ ഡിവൈസ് ആയ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം 1 × 10 = 10 കിട്ടുന്നുണ്ട് അല്ലെ? 1 × 10 = 10 കിട്ടുന്നുണ്ട്. സോ 1 വീണ്ടും മുകളിൽ എഴുതി കൊടുത്തു. 1 × 10 = 10 എന്ന് 1 × 10 = 10 എന്ന കോമ്പിനേഷൻ സ്വീകരിച്ചു. 1 വീണ്ടും മുകളിൽ എഴുതി കൊടുത്തു. × 10 ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. =10 ഇവിടെ എഴുതി കൊടുത്തു. ഇനി വീണ്ടും എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ലൈൻ വരച്ചു, മൈനസ് ചെയ്യാൻ പോവാണ്. 0 - 0 0 ആണ്, 1 - 1 0 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? കോഷ്യന്റ് എന്ത് കിട്ടി? 11 എന്ന കോഷ്യന്റ് കിട്ടി. റിമൈൻഡർ ആയിട്ട് എന്ത് കിട്ടി? 0 എന്ന് റിമൈൻഡർ കിട്ടി. ഇപ്പോൾ ഡിവിഡൻഡ് 110 ആണ്, ഡിവൈസർ 10 ആണ്, കോഷ്യന്റ് 11 ആണ്, റിമൈൻഡർ 0 ആണ്. ഓക്കെ, അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 10 = എന്താണ്? 11 ആണ്. ഓക്കെ, ഇവിടെ 11 × 10 ചെയ്ത് നോക്കിക്കോ. കോഷ്യന്റ് × ഡിവൈസർ 11 × 10 ചെയ്ത് നോക്കിക്കേ. ഡിവിഡൻഡ് കിട്ടും, 110 കിട്ടും. ഓക്കെ, 11 × 10 ചെയ്യുമ്പോൾ കൃത്യമായി 110 കിട്ടും. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പൊ ഈ ക്ലാസ്സിൽ മിസ് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരാം. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാവരും സ്വന്തമായി ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തമായി ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ആ ഓരോ ക്വസ്റ്റ്യനെ എഴുതുക. ഇതുപോലെ സ്റ്റെപ്സ് ആ ക്വസ്റ്റ്യൻ താഴത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്സ് എഴുതുക. ഏറ്റവും ലാസ്റ്റ് എന്താണ്? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ എന്നും ആൻസർ ആയിട്ട് ഉണ്ടാവണം. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ആയിട്ട് ഈ ഡിവിഷന്റെ സ്റ്റെപ്സും വേണം, ഈ 4 സംഗതികളും വേണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഹോംവർക്ക് ഇത്രയും. ഇനി 6 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ മിസ് പഠിപ്പിച്ച 6 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ കേട്ടോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിവിഷൻ എന്ന ഹെഡിങ് ആദ്യം കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ വരെ എഴുതാൻ. എന്നിട്ടോ ഇനി ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് HW എന്ന് പറഞ്ഞ് എഴുതിക്കോളൂ. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതുപോലെ സ്റ്റെപ്സ് വേണം, ഈ പറഞ്ഞ 4 പേരുകൾ വേണം, ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. Homework. Home questions. Number 1. 56 divided by 8. Number 2. 45 divided by 5. Number 3. 64 divided by 4. Number 4. 81 divided by 9. ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ട്യൂഷനാണ്, സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുമ്പോൾ ഡൗട്ടാണ് അല്ലേ? ഡൗട്ട് ആകുമ്പോൾ തീർച്ചയായും മിസ്സിനെ അറിയിക്കും. ഓക്കെ, പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷണമാണ് ഡൗട്ട്സ് വരുന്നത് അല്ലേ? സത്യമല്ലേ? അതെ, തീർച്ചയായും. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ. 1 2 3 4 ഈ 4 ക്വസ്റ്റ്യൻസും ചെയ്യുക. എന്നിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്യുക. ഉറപ്പായും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മിസ്സിനെ കോൺടാക്ട് ചെയ്ത് ചെയ്യുക. ചെയ്യുമ്പോഴേ ഡൗട്ട് ഉണ്ടാവത്തുള്ളൂ. ഡൗട്ട് വരണം. ഡൗട്ട് വരുന്നത് എന്താണ്? നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതിന്റെ ലക്ഷണമാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 56 divided by 8. സെക്കൻഡ് ക്വസ്റ്റ്യൻ 45 divided by 5. തേർഡ് ക്വസ്റ്റ്യൻ 64 divided by 4. ഫോർത്ത് ക്വസ്റ്റ്യൻ 81 divided by 9. 15 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.